ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ തിങ്കളാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ഇന്നലെ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ, ഓരോരോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നിച്ചുനും വിച്ചുനും ഒക്കെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ രാവിലെ ആ പോണ സമയത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ ദോശയാണ് കേട്ടോ, ദോശയും ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ നിച്ചുവിന് ഇഷ്ടം കടലക്കറിയാണ്, വിച്ചുവിന് ചെറുപയർ കറിയാണ്. അപ്പോൾ ഞാൻ അധിക ദിവസം കടലക്കറി തന്നെയാണ് ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ നിച്ചുവിന് രാവിലെ പോയി ഉച്ച വരെ ഇരിക്കണ്ടേ, പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച വരെ ആവില്ല അവൻ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവന് ഇഷ്ടമുള്ളതാകുമ്പം ഒരു 2 ദോശയെങ്കിലും കഴിച്ചിട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബിച്ചുവിന് പിന്നെ ഞാൻ ഒഴിവുള്ള ദിവസം ചെറുപയർ കറി ഉണ്ടാക്കും. പക്ഷേ ഇന്നലെ പിന്നെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ, പിന്നെ എന്നും ഏട്ടന് ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെറുപയർ തന്നെ ആക്കിയിട്ടോ ഒന്ന്. പിന്നെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അവന് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തു, അതുപോലെ തന്നെ വിച്ചുവിന് പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ അവരെ പാത്രത്തിലൊക്കെ ആക്കിയേ. എന്നിട്ട് അതൊക്കെ നിച്ചുവിൻ്റെ ബാഗിലൊക്കെ ആക്കി അവനുള്ള യൂണിഫോമും ഇതൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ 6:45 കേട്ടോ നിച്ചു എണീക്കാൻ. 7:45 എത്തണമെങ്കിൽ 6:45 എണീക്കുള്ളൂ കേട്ടോ. ഞാൻ 6 മണി മുതൽ ഇങ്ങനെ വിളി തുടങ്ങും. അപ്പോൾ ഒന്ന് പൊന്തി വരണമെങ്കിൽ ഒരു 6:45 ആവുമേ. എന്നിട്ട് പിന്നെ പല്ലേക്കാനും കുളിക്കാനും പിന്നെ ഒക്കെ ഒരു ഓട്ടപ്പാച്ചിലാട്ടോ. പിന്നെ ചായ കുടിക്കാനൊക്കെ ഒരു ഇതാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നിച്ചുവിൻ്റെതെല്ലാം റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം കേട്ടോ വിച്ചുവിൻ്റെ ബുക്കും ബാഗൊക്കെ ഞാൻ റെഡിയാക്കുക. അപ്പം ഞാൻ രാത്രി വിച്ചുവിൻ്റെത് ആക്കി വെക്കാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ രാവിലെ വെച്ചിട്ടില്ലെങ്കിൽ രാത്രി എന്തെങ്കിലുമൊക്കെ ഉറങ്ങണതിൻ്റെ മുന്നേ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. കളിക്കുന്ന എന്തെങ്കിലും ഐറ്റംസൊക്കെ, വല്ല ടോയ് കാറോ അല്ലെങ്കിൽ കളർ പെൻസിലോ പേനയോ ഒക്കെ അധികം സ്കൂളിലേക്ക് കൊണ്ടുപോകാത്തതൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പണി വേണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെയാണ് അതൊക്കെ നോക്കൽ. പിന്നെ ബുക്കുകളൊക്കെ ടൈം ടേബിൾ അനുസരിച്ചൊക്കെ എടുത്തൊക്കെ ആ സമയത്താണ്. പിന്നെ അതുപോലെ തന്നെ പെൻസിലും പിന്നെ റബ്ബറും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ ബോക്സിൽ എന്നൊക്കെ ആ സമയത്ത് നോക്കിയൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ നിച്ചു പോയതിൻ്റെ ശേഷമാണ് ഞാൻ വിച്ചുവിന് എന്നെ കുളിപ്പിക്കാനും പിന്നെ അവന് ചായ കൊടുക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഇതാവുമ്പോഴേ നിച്ചുവിൻ്റെ പോക്ക് വേഗം അവനെ പറഞ്ഞയക്കാനൊരു ഇതാവും കേട്ടോ. ഒരു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആകുമ്പോഴേ നമുക്കൊരു ഇതാണ്. അപ്പോൾ ഞാൻ വൈകി അവനെ വിളിക്കുക തന്നെ ചെയ്യുള്ളൂ കേട്ടോ, ഒന്നും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. കാരണം വണ്ടി വരാൻ കുറച്ചും കൂടി ലേറ്റ് ആവും. അപ്പോൾ പിന്നെ വെറുതെ അവനെ നേരത്തെ എണീപ്പിച്ച് ഇതാക്കണ്ടല്ലോ. പിന്നെ സ്കൂളിൽ പോകുമ്പോഴേക്ക് ഭയങ്കര ഇതാവും ചെയ്യും. വന്നാലും പിന്നെ നേരത്തെ ഒന്നും ഉറങ്ങുകയൊന്നും ചെയ്യില്ല, 10-11 മണിയാവും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഇതാക്കണ്ടേ. പിന്നെ ഞാൻ അതിന് ശേഷം വിച്ചുവിന് പിന്നെ ദോശയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവനെ പുറപ്പെടുക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ടാറ്റാ.